നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ജീവിതത്തിനെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഭൗതികമായിട്ടുള്ള ജീവിതവും മാനസികമായിട്ടുള്ള നമ്മുടെ അവസ്ഥകളും ആത്മീയമായിട്ടുള്ള അവസ്ഥകളും ഒക്കെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഒരുപാട് കച്ചവടങ്ങളും ഇപ്പോൾ ഡള്ളായിട്ട് വരുന്നുണ്ട്. വളരെ ടഫായിട്ടുള്ള അവസ്ഥകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില വസ്ത്ര വ്യാപാരികളൊക്കെ ഓൺലൈൻ വെബ്സൈറ്റും കൂടെ സ്ഥാപിച്ചിട്ട് അതിലൂടെ ഓൺലൈനിൽ കൂടെ കിട്ടുന്ന കച്ചവടവും കൂടി എങ്ങനെ പിടിക്കാമെന്നൊക്കെ ആലോചിക്കുകയാണ്. പക്ഷേ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ചെലവ്, ഇതിന്റെ ഹോസ്റ്റിംഗ് ചാർജ്, ഇതിന്റെ ഡൊമൈൻ ചാർജ് എന്നൊക്കെ പറഞ്ഞ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, ചില ആളുകൾ നല്ല രീതിയിൽ ഒരു അഫോർഡബിൾ പ്രൈസിങ് ചെയ്തു കൊടുക്കുമെങ്കിലും ഒരുപാട് പേർക്കും ഈ പ്രൈസിങ് താങ്ങാനായിട്ട് പറ്റാത്തതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ChatGPT സഹായത്തോടു കൂടി അടിസ്ഥാനപരമായിട്ടുള്ള ഭാഷ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ? സ്വന്തം സ്ഥാപനത്തിന്റെ പരസ്യം നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ? സ്വന്തം സ്ഥാപനത്തിന്റെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ നോട്ടീസുകളൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ? സോഷ്യൽ മീഡിയ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ? വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ്സുകാർക്ക് ഇത് വളരെ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഒരു കാര്യം ഒരു ബിസിനസ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള ഒരു ChatGPT ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ ഡബിൾ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കോഴ്സ് തുടങ്ങുകയാണ് എന്ന് വിചാരിക്കുക. ഈ കോഴ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ചിത്രങ്ങൾ ചേർക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോകൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഓഡിയോകൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എഴുതിയതായിട്ടുള്ള കണ്ടന്റും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങൾ ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, നിങ്ങളൊരു പാക്കേജ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഒരു പാക്കേജിന് നിങ്ങളിടുന്ന വില എന്ന് പറയുന്നത് GST അടക്കം വെറും 1500 രൂപയേ ഉള്ളൂ എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ഈ സംഗതി നിങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനിലൂടെയും ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിലൂടെയും ബിസിനസ്സുകാരുടെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ 1500 രൂപ കൊടുത്ത് ഈ കോഴ്സ് മേടിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കുകയില്ല. യു ആർ സെല്ലിംഗ് യുവർ ഡിജിറ്റൽ പ്രൊഡക്റ്റ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു കോഴ്സാണ് ഞാനിവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. നിങ്ങൾ നല്ല ക്രിയേറ്റീവായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആർട്ട് വർക്കുകൾ നിങ്ങൾക്ക് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റിയതിനു ശേഷം ഓൺലൈനിൽ കൂടെ സെല്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് AI നമുക്ക് ഒരുപാട് ഇമേജ് ജനറേഷൻ ടൂൾസ് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചുണ്ടാക്കുന്നതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. വ്യക്തികളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ചെറിയ ചെറിയ സർവീസുകൾ ഒരു സാധാരണ വ്യക്തിക്ക് തന്നെ AI സഹായത്തോടു കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മ്യൂസിക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ കുറച്ച് കോപ്പിറൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതെല്ലാത്തിലും ഒരു പഠനം ആവശ്യമാണല്ലോ. അപ്പൊ ഇത് എന്ന് പറയുന്നത് യു ആർ സെല്ലിംഗ് യുവർ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. 10,000, 15,000, 20, 25 ഒക്കെ സാലറി മേടിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പല ആളുകളും നമ്മളോട് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നു സർക്കാർ ജോലി കിട്ടിയാൽ മാത്രമേ രക്ഷപ്പെട്ടു പോവുള്ളൂ എന്ന്. പിന്നീട് അത് നേഴ്സിംഗ് ആയി മാറി, പിന്നീട് അത് BTech ആയിട്ട് മാറി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് മാറി. അതിനുശേഷം വിദേശത്ത് പോയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതായി. ഓരോ ട്രെൻഡ് വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരു സ്റ്റോക്ക് വില കുറഞ്ഞിരിക്കുമ്പോൾ മേടിച്ചാൽ നമുക്ക് ആ ട്രെൻഡിന്റെ ഭാഗമായി ഉയർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും താഴേക്ക് വരും. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ്. ദർ ഇസ് എ സാച്ചുറേഷൻ പോയിന്റ്. ഹൈയിലേക്ക് എത്തുന്ന സമയത്ത് ആ ട്രെൻഡ് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരും. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മുടെ ഇടയിൽ ആളുകൾ സപ്പോർട്ട് അല്ല എന്ന് തന്നെ ഞാൻ പറയും. കേരളത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ കുറഞ്ഞതായിട്ടുള്ള ബിസിനസ് വ്യക്തിത്വങ്ങളെയാണ് വിജയിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭൂരിഭാഗം ബിസിനസ്സുകാർ അല്ലാതെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെയും ടിപ്പിക്കലായിട്ടുള്ള രീതിയിൽ, പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് ബിസിനസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും കച്ചവടം കിട്ടാത്തതായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു തുണിക്കട ഉണ്ടായിട്ടും ഇന്നും ഓൺലൈൻ സ്റ്റോർ ഇല്ല. അതുപോലെ തന്നെ ഒരു സ്റ്റേഷനറി സ്റ്റോർ അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ വിൽക്കുന്നതായിട്ടുള്ള ചില സ്ഥാപനങ്ങൾക്ക് പോലും ഓൺലൈനിൽ കൂടെ ആമസോണിൽ എങ്ങനെ തങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കണം എന്നുള്ളത് അറിയില്ല. ബിസിനസ്സിൽ അപ്ഡേറ്റ് ആയിട്ട് വരാത്തതായിട്ടുള്ള ഒരു അവസ്ഥയും പരമ്പരാഗതമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു ബിസിനസ് ആശയം ഈ സെല്ലിംഗ് യുവർ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഞാൻ ഒന്നാമത് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് പണിയില്ല, എനിക്ക് ജോലി എന്ന് വെച്ചാൽ കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയായിരിക്കും. ഇന്ന് എനിക്ക് പണിയില്ല, എനിക്ക് പണി കിട്ടാനില്ല, അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ചെലവ് കഴിച്ചു പോകും. ഇപ്പോൾ ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ബോച്ചെ, അദ്ദേഹത്തിന്റെ ഒക്കെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഓരോ പോസ്റ്റുകൾ ചെയ്യുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും നാളായിട്ട് പണിക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല, അപ്പോൾ എനിക്ക് പണി കിട്ടുന്നില്ല, എന്നെ സഹായിക്കൂ എന്നൊക്കെ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ സഹായം ചോദിക്കുകയാണ് വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ മുന്നിൽ. അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ സഹായം ചോദിക്കുന്ന പണിയില്ല എന്ന് പറയുന്ന ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് അല്പം സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അറിയാം, കാട് വെട്ടാനൊന്നും ആളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ വിളകൾ ശേഖരിക്കാനൊന്നും ആളെ കിട്ടുന്നില്ല, പണിക്ക് ആളെ കിട്ടുന്നില്ല എന്ന് ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും.
അപ്പൊ ഈ രണ്ട് പാർട്ടികളെ കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ, ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്കും ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾക്കും ഒരു ബിസിനസ് ബേസിലുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കും ഫേസ്ബുക്ക് പോലെയോ യൂട്യൂബ് പോലെയോ ChatGPT പോലെയോ ഉള്ള ഇന്നോവേഷൻസ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ഇതാണ്: ആപ്പ്, വെബ്സൈറ്റ് തുടങ്ങിയതായിട്ടുള്ള സർവീസുകൾ കൊടുക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾക്കും ചെലവ് വളരെ കുറവും എന്നാൽ ഹൈ ഇൻകം വരുത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഈ രണ്ടാമത് പറഞ്ഞ ആശയം, ആദ്യത്തേതിൽ നമ്മൾ നമ്മുടെ ഡിജിറ്റൽ കോഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ, രണ്ടാമത്തേതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ കമ്മീഷൻ വ്യവസ്ഥയിൽ എന്ത് നേടാം, പരസ്യ വരുമാനത്തിലൂടെ എന്ത് നേടാം എന്നൊക്കെ തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ്. ഇനി ഈ ആപ്പുകളെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു ആശയവും കൂടിയുണ്ട്. സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിട്ടുള്ള ആപ്പുകൾ, നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ഒരു സേവനം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുക്കണം എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ട ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 1000 പേര് ഒരു മാസം നിങ്ങളുടെ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വിട്ടുപോകാത്ത ഫോളോവേഴ്സും കൂടി ആണെങ്കിൽ, നിങ്ങളുടെ വെൽത്ത് വളരുന്നത് എത്ര മടങ്ങാണ് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ഇത് സ്മാർട്ട് വർക്കിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ള എഫേർട്ട് ഇട്ട് കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നു. അവർ മാത്രമേ ഉറങ്ങുമ്പോൾ പണം സമ്പാദിക്കുകയുള്ളൂ. അവർ മാത്രമേ കോടീശ്വരന്മാരായിട്ട് മാറുകയുള്ളൂ. അടുത്തതായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. സ്റ്റോക്ക് അപ്ഡേറ്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. സ്റ്റോക്ക് മാത്രമല്ല, അതുപോലുള്ള ഒരുപാട് മേഖലകളിലുള്ള അപ്ഡേറ്റ്സ്, ആർട്ടിക്കിൾസ്, ഇൻഫർമേഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കണ്ടന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. ഇത് വേണ്ട ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടെ നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു അനദർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരികയാണ്. അടുത്തതായിട്ടുള്ളത് ഹൈ ടിക്കറ്റ് സർവീസുകൾ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ സർവീസുകളാണ്. ഹോട്ടൽ മേഖലയിലൊക്കെ നമ്മൾ കുറെ വീഡിയോസ് ട്രെൻഡിങ്ങിൽ വന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമൊക്കെ ചെയ്യുന്നത് ഹോട്ടലുകാർക്ക് വേണ്ടതായിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കുന്നു. ബിസിനസ്സുകാർക്ക് വേണ്ടി ഉള്ള അഡ്വൈസുകൾ കൊടുക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കൺസൾട്ടേഷൻ കൊടുക്കുന്നതായിട്ടുള്ള വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ളതും സൈക്കോളജിക്കലായിട്ടുള്ള കൺസൾട്ടേഷൻ കൊടുക്കുന്നതായിട്ടുള്ള വ്യക്തികളെയും നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇതെല്ലാം നല്ല ഇൻകം പൊട്ടൻഷ്യലുള്ള, ലോ എഫേർട്ട് എന്നാൽ ഹൈ ഇൻകം വരുന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്, ആശയങ്ങളാണ്. അടുത്തതായിട്ടുള്ളത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇറങ്ങുന്നുണ്ട്, ആപ്പുകൾ ഇറങ്ങുന്നുണ്ട്. പണം കൊടുത്ത് ചെയ്യേണ്ടതും പണം കൊടുത്തല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതും, അതുപോലെ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയൊക്കെ ഇറക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ബിസിനസ്സുകാർക്ക് ബില്ലടിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ കൊടുക്കുന്നതായിട്ടുള്ള കമ്പനികളുണ്ട്. ഹോസ്പിറ്റലുകളിൽ പ്രത്യേക രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഡോക്ടർമാർക്ക് ഇന്ന് ആവശ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതിന്റെ സഹായത്തോടു കൂടി ഡയഗ്നോസിസ് ഒക്കെ കൂടുതൽ കൃത്യമായിട്ട് നടത്താനും മരുന്നുകൾ കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടത്, സിനിമയുമായിട്ട് ബന്ധപ്പെട്ടത്, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഹൈ എൻഡ് സോഫ്റ്റ്വെയറുകൾ, അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള എന്നാൽ പൊതുജനത്തിന് അത്ര വലിയ പരിചയമില്ലാത്ത, ഈ മേഖലയിലുള്ളവർ മാത്രം അറിയുന്നതായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറുകളും ഇന്ന് മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. അതിന് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആ മേഖലയിലും ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ഒക്കെ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂജ് ആയിട്ടുള്ള കമ്മീഷൻ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതിനും എന്തെങ്കിലും മുടക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങളുടെ നോളജാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല രീതിയിൽ ഇതിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് അനലിറ്റിക്കൽ സ്കില്ലുകളും ഒക്കെ കൃത്യമായിട്ട് ഇതിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് Web3 അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എസ്പെഷ്യലി Web3 ടോക്കൺസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും യുവാക്കൾക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള Web3 ടോക്കൺസിന് ഒരു മൂല്യമുണ്ട്. ഭാവിയിലേക്ക് ആ മൂല്യം വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെയധികമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു? ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുക. ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം. ഓരോ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ചെല്ലുന്ന വ്യക്തികൾ, അവരും നിങ്ങളും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഇതുകൊണ്ട് ഗുണവുമാണ് ഉണ്ടാകുക. ആ വ്യക്തികൾ ആ സ്പോട്ടിൽ നിന്ന് കൃത്യമായിട്ട് ജിയോ ടാഗഡ് ആയിട്ടുള്ള ഫോട്ടോ, അല്ലെങ്കിൽ ആ ഫോട്ടോ ഈ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ഒരു 10 Web3 ടോക്കൺസ് കൊടുക്കുകയാണ്. ആ ടോക്കൺ ഒരെണ്ണത്തിന് 1 രൂപയാണ് വില എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ 10 രൂപ കിട്ടി, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് 10 രൂപ ആയിക്കോട്ടെ, ഒരു 100 രൂപ ആ വ്യക്തിക്ക് അവിടെ കിട്ടുകയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബിസിനസ്. ആ എമൗണ്ട് എത്രയാണെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. ഈ സ്പോട്ടിൽ വിസിറ്റിന് ചെന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ഈ ഹോട്ടലുകളും റിസോർട്ടുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ഉണ്ട്.
അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ടിൽ നിന്ന് സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് ഈ ഹോട്ടൽ അവരടക്കേണ്ടതായിട്ടുള്ള പേയ്മെന്റിന് നിങ്ങൾ ഒരു ഓഫർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ റെഡീം ചെയ്യാനായിട്ട് അവരുടെ ഒരു ക്യാഷ് ബാക്കോ ഒരു റിവാർഡോ കൊടുക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹോട്ടലുകളും സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള കച്ചവടത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മീഷൻ എടുക്കാവുന്നതാണ്. കാരണം നിങ്ങളുള്ളത് കൊണ്ട്, നിങ്ങൾ ഓഫർ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരെ ആ ഹോട്ടലുകളും ആ സ്ഥാപനങ്ങളും തന്നെ ഇവർക്ക് ചെലവഴിക്കാനും അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കമ്മീഷന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്. ബുദ്ധിപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങൾ നിങ്ങളെ ഒരു കോടീശ്വരനാക്കാൻ പോലും സാധ്യതയുണ്ട് എന്നുള്ളത് ഞാനിവിടെ അടിവരയിട്ട് പറയുകയാണ്, കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. ഇന്ന് ഓർഗാനിക് വെജിറ്റബിൾസിന് ഭയങ്കര ഡിമാൻഡാണ്. കാരണം എല്ലാവർക്കും ഒരുപാട് രോഗങ്ങൾ വരുന്നു. ഈ പച്ചക്കറികളിലൊക്കെ വിഷങ്ങളും മറ്റുമൊക്കെ ചേർത്തിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർ പേടിക്കുന്നുണ്ട്, അവർക്ക് അവബോധമുണ്ട്, അവർ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആണ് തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച്. എസ്പെഷ്യലി ടൗണിലൊക്കെ ജീവിക്കുന്ന, ഫ്ലാറ്റുകളിൽ ജീവിക്കുന്ന ആൾക്കാർ, ചെറിയ ലാൻഡ് ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷി ചെയ്യാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മലയോര പ്രദേശങ്ങളും കൃഷി സ്ഥലങ്ങളും ഉണ്ട്. ഇവിടെ വലിയ രീതിയിൽ കയറ്റുമതിക്ക് വേണ്ട രീതിയിൽ ഒന്നും പച്ചക്കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാകുന്ന സാധനങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് കൃത്യമായിട്ട് കുറച്ചും കൂടെ ശ്രദ്ധയും എഫേർട്ടും കൂടുതൽ ഇടാൻ തയ്യാറാണെങ്കിൽ, ഈ സംഗതികൾ പല കർഷകരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കളക്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലാൻഡ് ലീസിനെടുത്തും ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവര് നട്ടതായിട്ടുള്ള വിള മൂത്തു വരുന്ന സമയത്ത്, അവരൊന്ന് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് അവൈലബിൾ ആണ് എന്നുള്ള ഒരു ഒരു ആപ്ലിക്കേഷനിൽ കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൂടിയോ ഈ പറയുന്ന ടാർഗറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രീ ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ഒരു ലേലത്തിന് വെച്ചതുപോലെ തന്നെ ഇവർക്ക് ഈ ഓർഗാനിക് ആയിട്ടുള്ള സംഗതികൾ വിറ്റ് തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന്റെ സബായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് വെതർ പ്രഡിക്ഷൻ പോലുള്ള ഗെയിമുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില ഗെയിമുകളുണ്ട്. ഇപ്പൊ മഴ പെയ്യുമോ അല്ലെങ്കിൽ ചൂട് കൂടുമോ, ഇന്ന ദിവസം നമ്മുടെ തേങ്ങയുടെ വില എത്രയായിരിക്കും, ഇത് പ്രഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചെറിയ ടോക്കൺ റിവാർഡ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ടൗണിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പ്രത്യേക ഒരു താല്പര്യം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത അവർക്കുണ്ട്. അവര് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടിയും നിങ്ങൾക്ക് ഈ പറയുന്ന ബിസിനസ് നടത്താവുന്നതാണ്. അങ്ങനെ നിങ്ങൾ കർഷകർക്ക് വേണ്ടി ഒരു വലിയ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് കമ്മീഷൻ, നിങ്ങൾക്ക് ഡെലിവറി പ്ലസ് കമ്മീഷൻ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ബിസിനസിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ആപ്ലിക്കേഷനും ടോക്കണും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ നാട്ടിൻപുറത്തുള്ള ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതിനു ശേഷം, ആവശ്യക്കാരെയും കണ്ടെത്തിയതിനു ശേഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, അവരുടെ എസ്പെഷ്യലി ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് അഡ്വർടൈസ്മെന്റ് പോകുന്നു, അവര് ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു, കോൾ ചെയ്യുന്നു, ഇവിടെ ഉൽപ്പന്നം നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കമ്മീഷൻ അതിൽ നിന്ന് നേടാവുന്നതാണ്. അവസാനമായിട്ടുള്ളൊരു ബോണസ് ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾക്കും ഒരു മിനി യൂട്യൂബ് അല്ലെങ്കിൽ ഒരു മിനി ഫേസ്ബുക്ക് പോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാവുന്നതാണ്. വലിയ രീതിയിലുള്ള കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് ഇതിൽ ഇടുന്നതായിട്ടുള്ള കണ്ടന്റ് എല്ലാവർക്കും പോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അനുവദിക്കാൻ ബുദ്ധിമുട്ടായേക്കാം. സാങ്കേതിക പ്രശ്നങ്ങളും കുറച്ച് ചെലവും വരും. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ടീം ഓഫ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നതായിട്ടുള്ള കണ്ടന്റ് കൃത്യമായിട്ടുള്ള ഒരു കാറ്റഗറി ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ അതിനും തീർച്ചയായിട്ടും ആൾക്കാരുണ്ടായിരിക്കും, ആവശ്യക്കാരുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ രൂപത്തിൽ ചെയ്യാവുന്നതാണ്, ആപ്ലിക്കേഷൻ രൂപത്തിലും ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വരുമാനം നേടുക, സാധാരണ അവസ്ഥകൾക്കപ്പുറത്തേക്ക്, ടിപ്പിക്കലായിട്ടുള്ള മേഖലകൾക്കപ്പുറത്തേക്ക് കൂടുതൽ വരുമാനം നേടാനുള്ള ചില ആശയങ്ങളാണ്. ഇതിൽ എഫേർട്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കഠിനാധ്വാനത്തിനപ്പുറത്തേക്ക് സ്മാർട്ട് വർക്കാണ് ഇവിടെ വർക്കൗട്ട് ആകുന്നത് എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട്, ഇതൊരു സാമ്പത്തിക ഉപദേശമായിട്ട് ഒരിക്കലും കണക്കിലെടുക്കരുത്. ഇത് ഞാൻ കാണുന്നതായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്, ഞാൻ അന്വേഷിക്കുന്നതായിട്ടുള്ള, അപ്പോൾ തെളിഞ്ഞു വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നു എന്ന് മാത്രം. നമസ്കാരം.